ഇന്നത്തെ എപ്പിസോഡിൽ വിക്രമിന്റെ അച്ഛനെ ഡ്രഗ്സ് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വിക്രം അതിനെ തടയാൻ വരികയാണ്. വിക്രമാണ് താനാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, അച്ഛനല്ല, താനാണ് അത് ബാഗിൽ ഒളിപ്പിച്ചതെന്ന് വിക്രം സ്വന്തമായി കുറ്റം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അച്ഛനെ രക്ഷിക്കുന്നു. അപ്പോൾ ഇത് കേട്ട അച്ഛൻ അത് വിശ്വസിച്ച് വിക്രത്തിനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിക്രമിന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഏട്ടത്തി വേദയോട് പറയുന്നതാണ്. പക്ഷെ വിക്രം മയക്കുമരുന്ന് കൈവശം വെച്ചു എന്ന വാർത്ത കേട്ടിട്ട് ഒരിക്കലും അത് വേദയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വേദ അത് വിക്രം ആയിരിക്കില്ല ചെയ്തത്, വിക്രം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമെന്ന് ഏട്ടത്തിയോട് പറയുന്നുണ്ട്. എന്നാൽ ഏട്ടത്തി ചോദിക്കുന്നു, എങ്കിൽ പിന്നെ വിക്രം അതെന്തിനാണ് ചെയ്തത് എന്ന്. അപ്പോൾ വേദ വിക്രമിനായിട്ട് കാത്തിരിക്കുകയാണ്. വേദയ്ക്കൊരു കോള് വരുന്നുണ്ട്, എന്തോ ഹാപ്പി ന്യൂസ് ആണ്. അപ്പോഴേക്കും വിക്രം എത്തി. വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. താൻ രാവിലെ കേട്ട സ്റ്റോറിയെക്കുറിച്ച് വിക്രമിനോട് ചോദിക്കാനാണ് വേദ പോകുന്നത്. അങ്ങനെ വേദ വിക്രമിനോട് തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഏട്ടത്തി പറഞ്ഞതെല്ലാം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനിക്ക് ഫോൺ കോൾ വന്നതിനെ പറ്റിയും അത് എന്തായിരിക്കുമെന്ന് ഊഹിക്കാനും വിക്രമിനോട് പറയുന്നുണ്ട്. പക്ഷെ വിക്രം അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ തനിക്ക് വക്കീലായിട്ട് ജോലി കിട്ടി എന്നാണ് വേദ വിക്രമിനോട് പറയുന്നത്. അതിനുശേഷം വിക്രമിന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഏട്ടത്തി പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം അതിന് തിരിച്ചു മറുപടിയായി പറയുന്നത്, ഞാൻ അങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ആ കുറ്റം ഏറ്റെടുത്തത് എന്ന്. അപ്പോൾ വിക്രം തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് വേദയോട് പറയുന്നുണ്ട്. താൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മദ്യത്തിൽ വിഷം ചേർത്ത് കഴിച്ച് മരിക്കാനായി ശ്രമിച്ചതെന്നും അങ്ങനെ അബോധാവസ്ഥയിലായിരുന്ന തന്നെ ശ്രീനിവാസൻ എന്ന ആളാണ് രക്ഷിച്ചതെന്നും അദ്ദേഹമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും പിന്നീട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കൂടിയതാണെന്നുമുള്ള കാര്യങ്ങളെല്ലാം വേദയോട് തുറന്നു പറയുകയാണ് വിക്രം. ഇനി അടുത്ത എപ്പിസോഡിൽ വേദ എന്തിനാണ് വിക്രം കുറ്റം ഏറ്റെടുത്തത് എന്ന് തെളിയിക്കാനായിട്ട് പോവുകയാണ്.